ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് അസൗകര്യം പറഞ്ഞ് മാറി മാറി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതിൽ അന്വേഷണത്തിന് തീർച്ചയായിട്ടും അത് തടസ്സമാണ്. പത്മകുമാർ അറസ്റ്റിൽ നിന്ന് ഒഴിവാകി മാറി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കേസ് നിലനിൽക്കുന്നത് വാസു എന്ന കേന്ദ്ര കഥാപാത്രത്തെ തട്ടിയാണ്. കൂടുതൽ അറസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റുള്ളൂ. കാരണം അന്വേഷണം 30 ദിവസത്തിനകം തീർക്കണ്ടേ. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ചാടി CPM വന്ന ഉടൻ തന്നെ പ്രശാന്തിനെ എങ്ങനെയാണ് ഇത്ര ഉന്നതമായ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM കൊണ്ടുപോയത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ അറസ്റ്റിന് സാധ്യത. ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. ജയശ്രീയെയും ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെയും CPMന്റെയും പ്രമുഖർ ഒന്നൊന്നായി കുരുക്കിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, മുൻ ദേവസ്വം പ്രസിഡന്റ് N. വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മുൻ കമ്മീഷണർ N. വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയായ സാഹചര്യം പത്മകുമാറിന്റെ കാര്യത്തിലും നിലനിൽക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിലെന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പ്രസിഡന്റായിരുന്നത് A. പത്മകുമാറാണ്. കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുമുണ്ട്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ ഉടൻ? പത്മകുമാറിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് അസൗകര്യം പറഞ്ഞ് മാറി മാറി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതിൽ അന്വേഷണത്തിന് തീർച്ചയായിട്ടും അത് തടസ്സമാണ്. അന്വേഷണം 30 ദിവസത്തിനകം തീർക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം തീർക്കുക എന്ന് പറഞ്ഞാൽ ഈ 2019 കടത്തിയതിനെ പറ്റി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ തന്നെ അത് മാത്രമാണ് ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പും അതിന് ശേഷവുമുള്ള കേസുകൾ, മോഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും അടുത്ത FIR എടുത്ത് വേണം അന്വേഷണം നടത്താൻ. ഇപ്പം വന്നിരിക്കുന്ന ഹൈക്കോടതി സ്പെസിഫിക് ആയിട്ട് ചില 2019 കാര്യം വന്ന് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് വാസു. അതുപോലെ തന്നെ അന്നേരം ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന സമയത്താണ് ഈ തട്ടിപ്പുണ്ടായത്. അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ആ കമ്മീഷണറായ സമയത്ത് തട്ടിപ്പ് നടത്തിയപ്പോൾ പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേ വെക്കുള്ളൂ. പത്മകുമാർ അറസ്റ്റിൽ നിന്ന് ഒഴിവാകി മാറി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെ വീട്ടിൽ പോയി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വ്യക്തത വരുമോ? കാരണം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. വാസു ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഔദ്യോഗിക രേഖകളിൽ തിരിമറി നടന്നത്. രേഖകളിൽ ഉണ്ടായിരുന്ന സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന ഭാഗം ഒഴിവാക്കി പകരം ചെമ്പ് പാളികൾ എന്ന് എഴുതി ചേർത്തു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള ഇടപെടൽ നടത്തിയത് വാസുവാണെന്നും ഇതുവഴി ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായ ലാഭവും ഉണ്ടായി എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാസുവിനെതിരായ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിന്റെ മൊഴിയാണ് വാസുവിനെതിരെ നിർണായകമായത്. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്ത് അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ വാസു ഇനി പലതിനും മറുപടി പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വാസു അവിടുത്തെ ദേവസ്വം ബോർഡ് അവിടുത്തെ കമ്മീഷണറായിരുന്നു 2 പ്രാവശ്യം. അതിനുശേഷം പ്രസിഡന്റായി. അപ്പോൾ അങ്ങേർക്ക് ഇതിൻ്റെ മുഴുവൻ ട്രാൻസാക്ഷൻസും അറിയാം. അതുകൊണ്ട് അങ്ങേരുടെ അറസ്റ്റ് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു അറസ്റ്റാണ്. അത് ഗൂഢാലോചന തന്നെയാണ് ആ അറസ്റ്റ്.
വാസു ഇതിനകത്ത് നല്ലൊരു റോള് വാസുവിനുണ്ട്. അത് എത്ര രീതിയിലും വാസുവിനെ നമ്മൾ അതിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. കേസ് നിലനിൽക്കുന്നത് വാസു എന്ന കേന്ദ്ര കഥാപാത്രത്തെ തട്ടിയാണ്. അതുകൊണ്ട് വാസുവിൻ്റെ അറസ്റ്റ് ഒരു മാൻഡേറ്ററി അറസ്റ്റാണ്. അത് SIT ചെയ്തില്ലെങ്കിൽ ആ കേസ് നിയമത്തിന് മുമ്പിൽ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത വാസുവിൻ്റെ ആ കമ്മീഷണറായിരുന്ന സമയത്ത് പ്രസിഡന്റായിരുന്ന അദ്ദേഹം ആരായിരുന്നാലും ശരി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യണം. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ചെയിനിലുള്ളത് പ്രശാന്ത് എന്ന് പറഞ്ഞ ഇപ്പം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ 3 പേരും ഈ കേസിനകത്ത് പ്രതിയായി വരും. അതുപോലെ ആ സമയത്തുള്ള ആദ്യത്തെ ഫെയറിനകത്ത് 11 പേരുണ്ട്. അതിനകത്ത് 4-5 പേരേ ഉള്ളൂ. ബാക്കി ജയശ്രീ ഉൾപ്പെടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ കുറേ പേരും കൂടി ഉണ്ട്. അപ്പോൾ അത്രയും പേരെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അന്വേഷണം ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പീരീഡിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതിന് 1998-99 കാലഘട്ടത്തിന് ശേഷം അവിടെ നടത്തിയിരിക്കുന്ന മുഴുവൻ അഴിമതിയും 2019 ശേഷം 2025 വന്നിരിക്കുന്ന ശേഷം ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൻ്റെ ആ പീരീഡ് ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് ഉള്ള 2020 മുതൽ 25 വരെയുള്ള ആ പീരീഡിലെയും അന്വേഷണം പുതിയൊരു SIT വന്നേ പറ്റുള്ളൂ. ഈ SIT തന്നെ ഒന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമായിരിക്കാം, കാരണം അതായിരിക്കും ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അന്വേഷണം ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമാണ്. അതിപ്പം കംപ്ലീറ്റ് ചെയ്യും. ഒരു 10-30 ദിവസത്തിനകം അത് കംപ്ലീറ്റ് ചെയ്യും. ഹൈക്കോടതിയിൽ അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ മുഴുവൻ ബോർഡ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഉടനടി കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാമോ? അത് ഞാൻ പറയുന്നത് കൂടുതൽ അറസ്റ്റ് എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റുള്ളൂ. കാരണം അന്വേഷണം 30 ദിവസത്തിനകം തീർക്കണ്ടേ. അതുകൊണ്ട് ആ ചെയിനിലുള്ള 11 പേരാണ് ആദ്യത്തെ FIR. ആ 11 പേരെ അറസ്റ്റ് ചെയ്തേക്കുള്ളൂ. അതുകൊണ്ട് ഇനി ത്വരിതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ആ ഡിലേ വരാൻ പാടില്ല. ഡിലേ വരുന്നത് തീർച്ചയായിട്ടും കേസിന് ദൂഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാസുവിന് ശേഷം അടുത്ത ആ സമയത്ത് പ്രസിഡന്റായിരുന്ന ആളെ പത്മകുമാർ പല രീതിയിലും ഒഴിവായൊക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതിന് ഏതായാലും അനുവാദം കൊടുക്കാൻ പാടില്ല. ഇനി അയാളെ വീട്ടിൽ പോയി ഇനി നോട്ടീസ് ഒന്നും കൊടുക്കേണ്ട. അയാളെ നേരത്തെ ഒരു ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള അന്വേഷണത്തിലെ കഥാപാത്രങ്ങൾ, പ്രതികൾ പറഞ്ഞിരിക്കുന്ന എവിഡൻസുകൾ ധാരാളം മതി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് അറസ്റ്റ് ഉടനെ ഉണ്ടാകും. അതിനെ തുടർന്ന് പ്രശാന്തിലേക്കും അറസ്റ്റ് ചെയ്തെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം ഒരു വിധത്തിൽ ഈ പറഞ്ഞ പീരീഡിലെ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കഴിയുള്ളൂ. ഈ കേസിൽ അഴിമതി നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേസിനെ എങ്ങനെയാകും ബാധിക്കുക? അത് കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് അതിന് മനസ്സിലാകുന്നത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഈ കേസിൽ പ്രതിയായി സ്വർണം മുട്ടിച്ചവരാരൊക്കെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിറ്റ ആ കഥാപാത്രത്തെ നമ്മളറിയാം. വിറ്റതിൻ്റെ പണം എങ്ങോട്ട് ഒഴുകി അത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളിലേക്ക് പണം വന്നില്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ വെളിയിലാവുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഈ കേസ് വിജിലൻസിലേക്കൂടെ പോകുന്നത്. കാരണം അതിലേക്കുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് എംപ്ലോയിയാണ് ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളെല്ലാം. അവർ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പറ്റിയവർ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സാധനം എടുത്ത് വിറ്റോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ തട്ടിപ്പിൻ്റെ കമ്മീഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ വിജിലൻസിലോട്ട് ഇപ്പം അത് പോകില്ല. അതുകൊണ്ട് പലർക്കും പണം ലഭിച്ചിരിക്കുന്നു. ആരൊക്കെ പണം കൈപ്പറ്റി എന്നുള്ള കാര്യത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടന്നു വരാൻ. അതുകൊണ്ട് അതേപ്പറ്റി ലഭിച്ച വിവരങ്ങൾ വെച്ച് വിജിലൻസിലേക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും വിജിലൻസിന് ഒരു കേസ് എടുക്കും. ആ കേസിനകത്ത് പണം ലഭിച്ചവരെ മുഴുവൻ പ്രതിയാക്കി അവരെ അറസ്റ്റ് ചെയ്യും. 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷയുള്ള കാര്യങ്ങളാണ് PC ആക്ടിനകത്ത് കിടക്കുന്നത്. ഇത് മറ്റുള്ള കാര്യങ്ങൾ തട്ടിപ്പും സ്വർണം തട്ടിക്കൊണ്ടുപോക്കലും ഗൂഢാലോചനയും ശബരിമലയിലെ സ്വർണത്തിൻ്റെ അംശങ്ങൾ മുഴുവൻ കടത്തിയതൊക്കെ പ്രത്യേക ഒരു കേസാണ്. വിജിലൻസി വരുന്ന വേറൊരു കേസാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനധികൃതമായി പണം സമ്പാദിച്ചു PC ആക്ടിനകത്ത് വരുന്ന ഒരു കേസാണ് വിജിലൻസി വരുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, സാർ ഉൾപ്പെടെ പറഞ്ഞതാണ് PS പ്രശാന്ത് ഉടൻ അറസ്റ്റിലാകുമെന്ന്. പക്ഷേ PS പ്രശാന്ത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു കൂസലുമില്ലാതെയാണ് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത്. പ്രശാന്തിന് പേടിയില്ല. പ്രശാന്തിലേക്ക് അന്വേഷണം നീളില്ല എന്ന ധൈര്യമാണോ അതോ കുറ്റം ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസമാണോ പ്രശാന്തിനുള്ളത്? ഇത് രണ്ടും അല്ല എന്ന് എനിക്ക് തോന്നുന്നത്.
കാരണം പ്രശാന്ത് അങ്ങനെ ഒരു ആത്മവിശ്വാസം ആദ്യം മുതലേ കാണിക്കുന്നുണ്ട്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ചാടി CPM വന്ന ഉടൻ തന്നെ പ്രശാന്തിനെ എങ്ങനെയാണ് ഇത്ര ഉന്നതമായ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM കൊണ്ടുപോയത്? അതിനകത്ത് തീർച്ചയായിട്ടും എന്തോ ഒരു തട്ടിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് വരില്ല. അതുകൊണ്ട് പ്രശാന്തും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. കാരണം ഇവരെ അത്രയും സ്വർണം തട്ടിച്ചെടുത്തിട്ടില്ലെങ്കിലും സ്വർണം തട്ടിപ്പിന്റെ ഒരു അറ്റംപ്റ്റ് വന്നിരിക്കുന്നു. അതാണ് പ്രശാന്തിന്റെ പേരിലുള്ളത്. അദ്ദേഹത്തിന്റെ സമയത്തും ആ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ദാരുവാല ശില്പങ്ങളും ആ വാതിലിന്റെ പടികളും മറ്റതും ചെന്നൈ കൊണ്ടുപോയപ്പം അത് ഇവിടുന്ന് കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈക്കൂടെ അല്ല എന്ന് ഖ്യാതിയൊക്കെ പറയുന്നുണ്ട്. അതിൽ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹവും അതിൻ്റെ ഒരു പാർട്ടായല്ലോ. അദ്ദേഹം ചെന്നൈയിൽ അത് കൊടുത്തുവിട്ടില്ല. അത് കൊടുത്തുവിട്ടില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അത് നേരിട്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം ലഭിക്കാതെ നേരിട്ട് കൊണ്ടേ കൊടുത്തിട്ട് വന്നു എന്നാൽ അതെന്ത് പർപ്പസിനെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇൻവേരിയബിലി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതെ ഈ കേസിന്റെ അന്വേഷണം കംപ്ലീറ്റ് ആവില്ല. നിലവിലെ ഒരു സാഹചര്യത്തിൽ പഴയ ദേവസ്വം മന്ത്രിയിലേക്ക് കൂടി അന്വേഷണം നീളാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം ആ ദേവസ്വം മന്ത്രി എന്ത് ചെയ്യായിരുന്നു? ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ അദ്ദേഹം നോക്കി നിന്നോ? അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രിയായിട്ട് ഇരിക്കുന്നത്? അവ അത് തന്നെയല്ല, ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഷെയർ ലഭിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലേക്കുള്ള എവിഡൻസുകൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മുരാരി ബാബു, സുധീഷ് കുമാർ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് അതേപ്പറ്റി അറിയാം. കാരണം ദേവസ്വം മന്ത്രിക്ക് വല്ല പണം ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി അവർക്കൊക്കെ അറിയാം. അങ്ങനെയെങ്കിൽ അതിലേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി ഇൻവോൾവ് ആണെങ്കിൽ ഈ 120 പരിധിയിൽ അദ്ദേഹം വരും. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇനിയും ഈ ശബരിമലയിലെ മോഷ്ടിക്കപ്പെട്ട സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കാലാവധി നീട്ടേണ്ടി വരുമോ? അപ്പോൾ കൂടുതൽ കാലയളവ് വേണ്ടിവരുമല്ലോ ഈ ഒരു അന്വേഷണത്തിന്. തീർച്ചയായിട്ടും അത് ഹൈക്കോടതി ഇപ്പം തന്നെ 30 ദിവസം കൊണ്ട് നീട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 98-99 മുതലുള്ള കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ SIT-യുടെ കാലാവധി നീട്ടിക്കൊടുക്കണം. അത് ഇപ്പോഴത്തെ ആ പ്രത്യേക പേരിലുള്ള അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാം. അതേസമയത്ത് മറ്റുള്ള തട്ടിപ്പുകളെ പറ്റിയുള്ള അന്വേഷണത്തിന് പരിധിയില്ലാത്ത അല്ലെങ്കിൽ കാലപരിധിയില്ലാത്ത രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് കാരണം വിദേശത്തെങ്ങാനും ഈ ശബരിമലയിലെ കട്ടലപ്പടിയൊക്കെ ഒറിജിനൽ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെടുക്കാൻ സമയങ്ങളെടുക്കും. അതുകൊണ്ട് ഇനിയുള്ള അടുത്ത കേസുകളിലെ അന്വേഷണം ഇതേ രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കത്തില്ല. കാരണം അത് വളരെ വിപുലമായ ഏരിയയിൽ അന്വേഷിക്കേണ്ടതുകൊണ്ട് അത് സ്വല്പം സ്ലോ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ.